يا رب إن عظمت ذنوبي كثرة فلقد علمت بأن عفوك أعظم إن كان لا يرجوك إلا محسن فبمن يلوذ ويستجير المذنب ما لي إليك وسيلة إلا الرجاء وجميل عفوك ثم إني مسلم. നിന്റെ കരുണ ഞങ്ങൾക്ക് നൽകണേ തമ്പുരാനെ. മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു ജബലുൻ മിൻ ജിബാലി ഹാദിഹിൽ ഉമ്മ, ഈ ഉമ്മത്ത് കണ്ട പ്രഗൽഭനായ സ്വഹാബിയാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹാബിമാരിൽ 33 വയസ്സിൽ മരണപ്പെട്ടു പോയ സ്വഹാബിയാണ് മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു. നബി തങ്ങളുടെ കാത്തിബാണ്. യമൻ കീഴടങ്ങിയത് മുആദ് ഇബ്നു ജബൽ തങ്ങളിലൂടെയാണ്. ചെറുപ്പക്കാരനായിരുന്നു ഹബീബിന്റെ കാലത്ത്. യാ മുആദ് ഇന്നി ഉഹിബ്ബുക യാ മുആദ്, മുആദേ എനിക്ക് നിങ്ങളെ ഇഷ്ടമാണ് മുആദേ എന്ന് മുആദ് എന്നവരുടെ തോളിൽ പിടിച്ച് നബി തങ്ങൾ ഒരു വസിയത്ത് ചെയ്യുന്നുണ്ട്. ആ നേരത്ത് മുആദ് എന്നവർക്ക് 16 വയസ്സായിരുന്നു. മുആദേ നിങ്ങളോട് എനിക്ക് ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോ മുആദ് എന്നവർ 16 വയസ്സുള്ള നമ്മുടെ സ്കൂൾ പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ പ്രായമല്ലേ അത്. മുആദ് എന്നവർ പറഞ്ഞു, നബിയേ വല്ലാഹി ഇന്നി ലഉഹിബ്ബുക യാ റസൂലല്ലാഹ്, നബിയേ എനിക്ക് അങ്ങയെ അത്രയ്ക്ക് ഇഷ്ടമാണ്, നബിയേ എനിക്ക് അങ്ങയെയും ഇഷ്ടമാണ്. അപ്പോഴാണ് മുആദ് എന്നവരോട് ഹബീബ് പറയുന്നത്, എന്നാൽ ലാ തദഅന്ന അൻ തഖൂല ദുബുറ കുല്ലി സ്വലാഹ്, എല്ലാ നിസ്കാരം സലാം വീട്ടിക്കഴിഞ്ഞാൽ, ഫർള് നിസ്കാരം കഴിഞ്ഞാൽ പിന്നെ ഞാൻ പഠിപ്പിച്ചു തരുന്ന ദിക്ർ നിങ്ങൾ ചൊല്ലാൻ മറന്നു പോവരുതേ മുആദേ. അല്ലാഹുമ്മ ഇന്നി അലാ ദിക്രിക വശുക്രിക വഹുസ്നി ഇബാദതിക, ഇത് പറയാൻ മറക്കരുത് മുആദേ എന്ന് അല്ലാഹുവിന്റെ റസൂൽ ആ ദിക്ർ പഠിപ്പിച്ചു കൊടുക്കുന്നത് മുആദ് എന്നവർക്ക് 16 വയസ്സുള്ളപ്പോഴേ. അവിടെ നിന്നങ്ങോട്ടുള്ള ജീവിതം 33-ാമത്തെ വയസ്സിൽ മഹാനവറുകൾ ലോകത്തോട് വിട പറയുകയാണ്. മഹാനവറുകൾക്കന്ന് പ്ലേഗ് രോഗം ബാധിച്ചിട്ട് കയ്യിലൊരു വലിയ മുറിവുണ്ടായ, ഒരു മുഴ പോലെ വന്നു. ആ മുഴ പോലെ മുറിവുണ്ടായപ്പോ സ്വഹാബിമാരിൽ ആലിമാണ് മഹാനായ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു. മഹാനായ സ്വഹാബിയോട് ഒരുപാട് ആളുകൾ വന്ന് ആശ്വസിപ്പിക്കാൻ തുടങ്ങി, ആളുകൾ വന്ന് ദുആ ചെയ്യാൻ തുടങ്ങി. അല്ലാഹുവേ മുആദ് ഇബ്നു ജബലിന് ശിഫ കൊടുക്കണേ എന്ന് ദുആ ചെയ്യാൻ തുടങ്ങി. അപ്പോഴാണ് സ്വഹാബിയുടെ ദുആ, വല്ലാഹി അല്ലാഹുവിനെ തന്നെയാണ് സത്യം, ലൗ കാന ശിഫാഇ അൻ അമസ്സദ് ഉദുനി മാ മസസ്തു ഉദുനി, അല്ലാഹുവേ എന്റെ കയ്യിൽ കിടക്കുന്ന ഈ മുറിവിന്റെ ശിഫ ഞാൻ എന്റെ ചെവിയിൽ കൈ തൊട്ടാൽ, എന്റെ ചെവിയിൽ ഞാൻ എന്റെ കൈകൊണ്ട് തൊട്ടാൽ മാറും എന്നാണെന്ന് സങ്കല്പിക്കുക. അല്ലാഹുവേ ഞാൻ എന്റെ ചെവിയിൽ കൈവെക്കാൻ പോകുന്നില്ല റബ്ബേ. എന്നിട്ട് പറഞ്ഞു, അല്ലാഹുമ്മ ഇന്നക തുകബ്ബിറുസ് സഗീറ വതുകസ്സിറുൽ ഖലീല, അല്ലാഹുവേ എല്ലാ ചെറുതിനെയും വലുതാക്കാൻ കഴിയുള്ളവനെ, എല്ലാ ചുരുങ്ങിയതിനെയും കൂടുതലാക്കാൻ കഴിയുന്നവനെ, അല്ലാഹുമ്മ ബാരിക് ഫീ ഹാദിഹിൽ ഖുർഹ, അല്ലാഹുവേ എന്റെ ഈ മുറിവിൽ ബറക്കത്ത് വേണം എന്ന് പറഞ്ഞ് ആ മുറിവ് വലുതാവണേ എന്ന് ദുആ ചെയ്ത സ്വഹാബിയാണ് മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു. ആ മുറിവങ്ങ് വലുതായി 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 ഒരുപാട് ശരീരഭാഗങ്ങളിലേക്ക് പടർന്നു പിടിച്ചപ്പോ മകനോട് പറഞ്ഞു, മോനെ, അന്ന് രാത്രി സമയം മോനോട് ചോദിക്കുന്നു, മോനെ ഉഖ്റുജ്, ഒന്ന് പുറത്തു പോയിട്ട് നോക്ക് മോനെ, ആകാശത്തേക്ക് നോക്ക്, ഹൽ ത്വലഅൽ ഫജ്ർ, ഫജ്ർ ഉദിച്ചിട്ടുണ്ടോ, സുബ്ഹിയായിട്ടുണ്ടോ മോനെ, ഒന്ന് നോക്ക്. മോൻ പുറത്തേക്ക് ചെന്ന് നോക്കി. എന്നിട്ട് ഉപ്പയോട് പറഞ്ഞു, ഉപ്പ നേരമായില്ല, ഉപ്പ ഫജ്റായിട്ടില്ല, ഒരൽപ്പം കൂടെ നേരമുണ്ട്. വീണ്ടും ദിക്റിലാണ്, ആരാധനയിലാണ് മുഅ്മിനേ. ഇത് വിശ്വാസിയുടെ ജീവമന്ത്രമാണ്, ഇത് വിശ്വാസിയുടെ ഹൃദയത്തിന്റെ വെളിച്ചമാണ്. ഈ വെളിച്ചമില്ലെങ്കിൽ നമ്മൾ നടക്കുന്നത് ഇരുട്ടിലാണ്. ഇബാദത്തിന് സമയം കണ്ടെത്തണം. മുതഅല്ലിമീങ്ങൾ പ്രത്യേകിച്ചും ഞാൻ എന്റെ നഫ്സിനോട് കൂടെ ഇരിക്കുന്ന മുതഅല്ലിമീങ്ങളോട് ഉപദേശിക്കാൻ അർഹനല്ല. വല്ലാഹി മാ അന ബിഹഖിൻ അൻ അൻസഹകും, പക്ഷേ പറയട്ടെ, നമ്മുടെ ഒരു ബാധ്യതയാണ് ഇൽമു പഠിക്കുന്ന ആളുകൾ,
ഇബാദത്തില്ലാതിരുന്നാൽ നമ്മുടെ ഇൽമ് നമുക്ക് ഉപകാരപ്പെടില്ല, ജനങ്ങൾക്കും ഉപകാരപ്പെടില്ല. മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു അന്ന് തഹജ്ജുദ് നിസ്കരിക്കാൻ എഴുന്നേറ്റിട്ട് പ്രിയപ്പെട്ട മകനോട് ചോദിക്കുന്നു, മോനെ, ഫജ്ർ നിസ്കാരത്തിന് വാങ്ക് വിളിച്ചിട്ടുണ്ടോ? ഫജ്റായിട്ടുണ്ടോ? സുബഹിക്ക് വാങ്ക് വിളിക്കാൻ നേരമായിട്ടുണ്ടോ? നിങ്ങളൊന്ന് പോയി നോക്കിൻ. മോൻ പുറത്തേക്ക് ഇറങ്ങി. ഇരുട്ടാണ്, അന്നൊന്നും ക്ലോക്കില്ലല്ലോ, വാച്ചില്ലല്ലോ. ആകാശത്തേക്ക് നോക്കിയിട്ട് വേണം സമയമായോ എന്നറിയാൻ. ഇല്ല ഉപ്പാ, നേരമായില്ല. വീണ്ടും ചോദിച്ചു, മോനെ, ഹൽ ത്വലഅൽ ഫജ്ർ, ഹൽ ത്വലഅൽ ഫജ്ർ, മോനെ നേരമായിട്ടുണ്ടോ? സുബഹിക്ക് വാങ്ക് വിളിക്കാൻ നേരമായോ? മോനൊന്ന് പോയി നോക്കിൻ. അന്നേരം മകൻ പറഞ്ഞു, ഉപ്പാ, നേരമായി, സുബഹിയുടെ നേരമായി, വാങ്ക് വിളിക്കാൻ നേരമായി എന്ന് പ്രിയപ്പെട്ട മകൻ പറയുമ്പോൾ നമ്മൾ ഓർക്കണം, 33 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരന്റെ മകനാണ് ഈ പറയുന്നത്. 33 വയസ്സാണ് വാപ്പാക്ക് പ്രായം. അപ്പൊ മകൻ എത്രയായിരിക്കും പ്രായമെന്ന് ഒന്ന് ആലോചിക്കുക. 8 or 10 പ്രായമുള്ള വയസ്സുള്ള കുഞ്ഞായിരിക്കും അത്. സുബഹിക്ക് നേരമായുപ്പ എന്ന് പ്രിയപ്പെട്ട മകൻ പറയുമ്പോ നമ്മൾ ഓർക്കണം, ആ 8 or 10 വയസ്സുള്ള കുട്ടി വാപ്പയോടൊപ്പം ആ സുബഹി നേരത്ത് ഉണർന്നിരിക്കുന്നു എന്നുകൂടെ ചേർത്ത് വായിക്കണം. വാപ്പ ഒറ്റക്കല്ലേ ഇത്, ആ കുഞ്ഞ് ഉണർന്നിട്ടുണ്ട്. ആ കുഞ്ഞിനോടാണ് ചോദിക്കുന്നത്, സുബഹിക്ക് വാങ്കിന് നേരമായോ? 2 തവണ ചോദിച്ച് 2ാമത്തെ തവണ നേരമായുപ്പ എന്ന് പറഞ്ഞപ്പോഴാണ് അള്ളാഹുലേക്ക് കൈയുയർത്തുന്നത്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ യൗമിൻ സുബീഹതുഹു ഇലന്നാർ. അല്ലാഹുവേ, അല്ലാഹുവേ, ഈ ദിവസത്തിന്റെ പ്രഭാതത്തിൽ ഞാൻ പോകുന്നത് നരകത്തിലേക്കാണെങ്കിൽ അല്ലാഹുവേ, ആ ദിവസത്തിൽ നിന്ന് നിന്നോട് ഞാൻ കാവൽ ചോദിക്കുന്നു റബ്ബേ. അല്ലാഹുമ്മ ഇന്നക കുൻത തഅലം, നിനക്കറിയുമല്ലോ റബ്ബേ, അന്നീ ലം ഉഹിബ്ബൽ ഹയാ ലിജരീൽ അൻഹാരി വലാ ലിഗർസിൽ അഷ്ജാരി വലാ ലിഇമാറത്തിദ് ദൂരി വലാ ലിറഫഇൽ ഖുസൂർ. അല്ലാഹുവേ, ഞാൻ ജീവിച്ചത് ഈ ലോകത്തെ ആഡംബരങ്ങൾ സുഖിക്കാനല്ലെന്നും അല്ലാഹുവേ, ഞാൻ ജീവിച്ചത് നിനക്ക് വേണ്ടിയാണ്, മറ്റൊന്നുമല്ല, ഒരുപാട് കാശുണ്ടാക്കാനല്ല റബ്ബേ ഞാൻ ഇവിടെ ജീവിച്ചതെന്ന് നിനക്കറിയുമല്ലോ. അല്ലാഹുവേ, ലാകിന്നി കുൻതു ഉഹിബ്ബുൽ ഹയാത ലിസലാസ്, 3 കാര്യങ്ങൾക്ക് വേണ്ടിയാണ് റബ്ബേ ഞാൻ ഈ ലോകത്ത് ജീവിക്കാൻ ഇഷ്ടപ്പെട്ടത്. 3 വിഷയം. നമ്മളോട് അങ്ങനെ ചോദിക്കാന്ന് സങ്കല്പിക്കുക, ഈ ലോകത്ത് നിങ്ങൾ ജീവിക്കാൻ ഇഷ്ടപ്പെടുന്ന 3 കാരണങ്ങൾ എന്തായിരിക്കും എന്നാലോചിച്ചാൽ നിങ്ങളൊരു ഉത്തരം കണ്ടെത്തി നോക്കൂ. എന്ത് 3 കാരണത്തിനാണ് നമ്മൾ ഈ ലോകത്ത് ജീവിക്കാൻ ഇഷ്ടപ്പെടുന്നത്? ഒരു ചെറിയ ഒരു ആലോചന നിങ്ങൾക്കൊന്ന് ആലോചിച്ച് നോക്കൂ. ഒരു 3 കാരണം എന്തിനാണ് നമ്മൾ ഈ ലോകത്ത് ജീവിക്കാൻ ഇഷ്ടപ്പെടുന്നത്? എന്നിട്ട് മുആദ് ഇബ്നു ജബൽ എന്നിവരുടെ മറുപടിയിലേക്ക് വരാം. മഹാനവറുകൾ പറഞ്ഞു, റബ്ബേ, ഞാൻ ഈ ലോകത്ത് ജീവിക്കാൻ ഇഷ്ടപ്പെട്ടത് അല്ലാഹുവേ ലിമുകാബദത്തിൽ ഹവാജിരി ബിസ്സിയാം, നോമ്പ് നോറ്റ് ചൂടുള്ള പകലുകളിൽ കത്തിജ്വലിക്കുന്ന സൂര്യന് താഴെ മണലാരണ്യത്തിലെ ചൂടിൽ നട്ടുച്ച നേരത്തെ ഉഷ്ണകാലത്ത് നിനക്ക് വേണ്ടി നോമ്പ് നോക്കാനാണ് റബ്ബേ, സുന്നത്ത് നോമ്പെടുക്കാനാണ്. വലി ഖിയാമുൽ ലൈലി, രാത്രി നേരത്തെ നിസ്കാരത്തിന് വേണ്ടിയാണ്, ഖിയാമുൽ ലൈലിന് വേണ്ടിയാണ്. വലി മുസാഹമത്തിൽ ഉലമാഇ ബിർറക്ബി ഫീ ഹലഖി ദിക്ർ, അല്ലാഹുവേ, നിന്നെപ്പറ്റി പറയപ്പെടുന്ന സദസ്സിലേക്ക് ആലിമീങ്ങളുടെ അരികത്ത് ചെന്ന് വാള് കേൾക്കാൻ, ഇൽമു പഠിക്കാൻ, ദർസിൽ പോവാനും വിജ്ഞാനം നേടാനും ഈ 3 കാരണങ്ങളില്ലായിരുന്നുവെങ്കിൽ ഈ ലോകത്ത് ജീവിക്കാൻ ഞാൻ ഇഷ്ടപ്പെടുമായിരുന്നില്ല റബ്ബേ. അതുകൊണ്ട് അല്ലാഹുവേ, എന്റെ ഈ വരവ് നീ ഇഷ്ടപ്പെടുന്ന വരവാക്കേണമേ എന്ന് ആ പ്രഭാതത്തിൽ ദുആ ചെയ്തുകൊണ്ട് ലോകത്തോട് വിട പറഞ്ഞു മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു 33ാമത്തെ വയസ്സിൽ.